ഹൈ ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 65 റിയാക്ഷനിലേക്ക് പോവാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിച്ചിട്ട് വരാം. CP സാവിത്രി കമന്റ് ഇട്ടേക്കാണ്. ഹലോ ചേട്ടാ, എന്റെ വീട്ടിൽ അമ്മാമ്മ വരെ ചേട്ടന്റെ വീഡിയോ കാണാറുണ്ട്. വീഡിയോ ലേറ്റ് ആകുമ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ വേണം വീട്ടുകാരെ, അമ്മാമ്മേനെയും അപ്പൂപ്പനെയും അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെയും റോട്ടിക്കോടെ പോണ ചേട്ടനെ എല്ലാവരെയും കാണിക്കണം കേട്ടാ. ബിഗ് ബോസ് കഴിഞ്ഞാൽ വി വിൽ മിസ് യുവർ ടോക്സ്. അയ്യോ, ഞാനെങ്ങോട്ട് പോകണം, ഞാനിവിടെ ഉണ്ടാവും, ഞാൻ വീഡിയോ ഇടും, കണ്ടാ മതി. ചേട്ടന്റെ ചിരി ഫോണിന്റെ റിംഗ് ടോൺ ആക്കിയാലോ എന്ന് ഒരാലോചന. ഇന്നത്തെ കമന്റ് ഒരു പുള്ളി തമിഴിലൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കേണ്ട അവസ്ഥയായി എനിക്ക്. അപ്പൊ എന്തായാലും നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബും നമുക്ക് കിട്ടുന്ന കയ്യടിയാണ്. അപ്പോ സംസാരിച്ചധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. സായിം അഭിഷേകും ഹാജരുണ്ട്, അൻസിബ ഹാജരുണ്ട്. ഒരുപാട് ദിവസമായി അൻസിബനെ മോർണിംഗ് സോങ്ങിൽ കണ്ടിട്ട്. തന്നെ അവർ നോക്കണേ. എന്റെ പരാതി സിജോൻ എന്തോ പരാതി പറയാനുണ്ട്, കേട്ടോക്കാം. നിങ്ങൾ വായിക്കൂ. ബിഗ് ബോസ് പരാതിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? വായിക്ക്. ക്യാപ്റ്റൻ പദവി കിട്ടിയ എന്താ സുഖല്ലേ, കാലത്ത് തന്നെ ഇങ്ങനെ കാലിന്റെ മേലിൽ കാലും കയറ്റി വെച്ച് ചപ്പാത്തി തിന്ന സുഖ ജീവിതം. പദവി കിട്ടിയ നമുക്ക് സിജോന്റെ പരാതി കേൾക്കാം. പരാതി വായിക്കും സിജോ. ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ആയിട്ടുള്ള യാത്രയ്ക്ക് ചന്ദ്രന്റെ മുന്നിൽ എളിയ ദാസനായിട്ടുള്ള നന്ദന പരാതി. പിന്നെ ജാസ്മിൻ, നോറ എന്നീ ഇന്ന് രാവിലെ കുളിക്കാൻ ഒരുപാട് സമയമെടുത്തിരുന്നു. എന്റെ പൊന്നു സിജോ, മാസത്തിൽ 2 തവണ കുളിക്കുന്നു. ജാസ്മിൻ ഇത്തിരി സമയം എടുത്ത് കുളിച്ചു എന്ന് വെച്ചാൽ അതിനാണ് നീ പരാതി പറയാൻ വന്നാണ്. ഇതിനു മുന്നേയും ഇത് ആവർത്തിക്കപ്പെട്ടതായിട്ട് എന്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. അതിന് വഴിയില്ല, കാരണം ജാസ്മിൻ കുളിക്കാറില്ല. ഈ അലക്ക് പോലുള്ള പരിപാടികൾ രാത്രി സമയത്തോ വീക്കെൻഡിലോ ജാസ്മിൻ ജാഫർ എന്തിനാണ് കുളിക്ക് ഇത്ര സമയം എടുക്കുന്നത്? എന്റെ പൊന്നു സിജോ, നീ ആ പരാതി പിൻവലിക്ക്. അവള് മാസത്തിലുള്ള ഒരു കുളി കൂടി നിർത്തും. ഞാൻ കുളിക്കാൻ സമയം എടുക്കാറുണ്ട്. എന്ത് കുളി കുളിക്കുന്ന പറഞ്ഞ എന്ത് നീരാട്ടാ ഇത്? മുടി അഴിച്ചു വെച്ച് കഴുകണം. സംഭവിക്കും. ജാസ്മിൻ ബി ലൈക്ക്, ചിരി വന്നാലും ചിരിക്കില്ലടാ പട്ടികളെ. കുറച്ച് വെള്ളം അങ്ങനെ താഴ്ത്തുന്ന ശബ്ദങ്ങളും കേൾക്കണം, അതും കേൾക്കുന്നില്ല. വെള്ളം വീഴുന്ന ശബ്ദമെങ്കിലും കേൾക്കണം. അല്ല, നീ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് കേട്ടു? നിനക്ക് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാം? ആര് പറഞ്ഞു? ഞങ്ങൾ കേൾക്കുന്നില്ല, പുറത്തിരുന്നു, അതുകൊണ്ടല്ലേ ചോദിച്ചത്. കുളിമുറിയിൽ പോയി എത്തി നോക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല കേട്ടോ സിജോ. കുളിച്ചാലും കുറ്റം, കുളിച്ചില്ലെങ്കിലും കുറ്റം. ജാസ്മിൻ ബി ലൈക്ക്, ഇതെന്ത് ലോകമാണ്? ഇത്രയും നാൾ ഞാൻ കുളിക്കാത്തതിനായിരുന്നു കുറ്റം, ഇപ്പൊ കുളിച്ചപ്പോ കൂടുതൽ സമയം എടുത്തതിന് കുറ്റം. ദിസ് ഈസ് സോ ബാഡ്. കുളിക്ക് സമയം എടുക്കുന്നതാണ് കുറ്റം. ഒന്നും കുത്തിക്കളയൊന്നും വേണ്ടല്ലോ ഇവിടെ. എനിക്ക് ഇച്ചിരി കുത്തിക്കളയണം. അന്ന് കുത്തിക്കളണെങ്കിൽ രാത്രി കുത്തളെങ്കിൽ വെളുപ്പാകാൻ ഞാനിന്ന് സമരം ചെയ്യൂടാ. കക്കൂസ് കേറിയിരിക്കില്ല സിജോ, പിന്നെ നിങ്ങക്ക് ബുദ്ധിമുട്ടാവൂട്ടാ. ആ ഒരു പേര് വെച്ചത് എത്ര പേരിട്ടാണ്? എന്തിനാണ് പീപ്പിൾസ് റൂം എന്ന് പേരിട്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിനക്ക് ഇല്ല എന്റെ ശ്രീതു. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നടക്കൂല. അവനോട് പോകാൻ പറ. പലതും പറയും, നെഗറ്റീവ് അടിക്കും. പക്ഷെ ആ ആഗ്രഹം ഞാൻ നടത്തി തരും. എല്ലാരും എന്നിട്ട് ഞാൻ താമരയിലയിൽ വന്ന് കിടക്കും. ടീം മാറ്റിയാലും ഇല്ലെങ്കിലും നിനക്ക് താമരക്കട്ടലിൽ കിടക്കണം എന്ന് നീ വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ നടത്തി തരും. പവർ ടീമിനെ എടുത്തു കളഞ്ഞിട്ടുള്ള ആദ്യത്തെ ക്യാപ്റ്റൻ ആണ്. സോ ബാക്ക് ടു നമ്മുടെ പഴയ ബിഗ് ബോസ് ഹൗസ്. ക്യാപ്റ്റൻ ആയിരിക്കും എല്ലാ വിലയും. സോ നന്ദനക്ക് ഇത്തിരി വില കൂടും. ക്യാപ്റ്റന് ബാൻഡ് കൈമാറായിരുന്നു നമ്മുടെ ഋഷി. പണം ഒരു പിശാചാണെന്ന് പറയുന്ന ഇതുകൊണ്ടാ.
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഏട്ടാ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ പവർ ടീമിനെ പിരിച്ചിട്ടതുപോലെ തന്നെ എല്ലാ ടീമിനെയും ബിഗ് ബോസ് കഴുത്തിന് പിടിച്ച് പിരിച്ചു വിട്ടു. ലഭിച്ചിരിക്കുന്നു ക്യാപ്റ്റൻ എന്ന പദവി. അതുകൊണ്ട് തന്നെ ഇനി ബിഗ് ബോസ് ഹൗസിൽ ക്യാപ്റ്റൻ പറയും ബാക്കി എല്ലാവരും പണിയെടുക്കണം, ആർക്കും സുഖിച്ചിരിക്കാൻ പറ്റില്ല. കുക്കിംഗ്, വെസൽ വാഷിംഗ്, ഫ്ലോർ ക്ലീനിങ്, ബാത്റൂം ക്ലീനിങ്. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ഓരോ ടീമിനെ സെലക്ട് ചെയ്യും. ആദ്യം ബാത്റൂം, പിന്നെ കിച്ചൺ, പിന്നെ ഫ്ലോർ, പിന്നെ വെസൽ ക്ലീനിങ്. സിജോ ചേട്ടൻ, അപ്സരേച്ചി, സായി ചേട്ടൻ. ബാത്റൂം ടീം എനിക്ക് ഉറപ്പായിരുന്നു സായിനെയും സിജോനെയും അതിൽ ഇടുന്നത്. ജാസ്മിൻ ചേച്ചി. ഫ്ലോർ ടീമിനെയാണ് ഈ സെലക്ട് ചെയ്തത്. സെല്ലിന് ജിൻഡോ ചേട്ടനും റസ്മിൻ ചേച്ചിയും ക്യാപ്റ്റൻ ജിൻഡോ ചേട്ടൻ. ആ നല്ല ബെസ്റ്റ് ടീമാ. അൻസിബേച്ചി ക്യാപ്റ്റൻ ഋഷേട്ടനാണ്. നമ്മുടെ കുക്കിംഗ് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ഋഷീനെ സെലക്ട് ചെയ്തു. എന്തെറിഞ്ഞിട്ടാണ് ഏതൊക്കെ ടീം ഏതൊക്കെ റൂമുകളിൽ കിടക്കണമെന്ന് ക്യാപ്റ്റന് തീരുമാനിക്കാം. അത് കഴിഞ്ഞ് ഓരോ ടീമിനും ഓരോ റൂം വെറുതെ കിടന്നുറങ്ങാൻ വേണ്ടിട്ട് റൂം കൊടുക്കുകയാണ്. ഇത് ചേച്ചിയുടെ ആഗ്രഹം മാനിച്ചുകൊണ്ട് ഞാൻ ഇവരെ പീപ്പിൾ റൂമിലേക്ക് ഇടാം. ശ്രീതു, ഞാൻ വാക്ക് പറഞ്ഞാൽ അത് ഓക്കെയാണ്. താമരയുടെ റൂം കിട്ടിയില്ലേ? ഹാപ്പി അല്ലേ? ഇത് അത് ചെയ്യുന്ന ആജ്ഞാപനം വേണ്ട. ആജ്ഞാപിക്കാണ്ടെങ്കിൽ അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ നന്ദനി എന്ന പുതിയ ക്യാപ്റ്റന്റെ പ്രസംഗമായിരുന്നു. പ്രസംഗമൊക്കെ കൊള്ളാം, കിടിലൻ, സൂപ്പർ, അടിപൊളി. പക്ഷെ ഈ പറഞ്ഞതൊക്കെ പ്രവൃത്തിയിലും കൂടി കാണിച്ചാൽ മതി. സ്വന്തമായിട്ട് ബെഡ് മടക്കി വൃത്തിയിൽ എന്നും വെച്ചിരിക്കണം. എന്റെ പൊന്നോ, 2 ആഴ്ച മുമ്പ് കിടക്ക് വിരി വിരിച്ചിടാത്തതിന് ലാലേട്ടന്റെ ചീത്ത കേട്ട ടീമിൽ ഒരാളാ. പിന്നത്തെ കാര്യം അപ്പൊ നമുക്ക് നോക്കാം. കലിപ്പാണോ? ഇനി നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കൊല്ലോ ഇല്ല, എല്ലാവരും ടിഷ്യൂ അത് കൈ തുടയ്ക്കാനല്ല, അവിടെ തുടയ്ക്കാനാ. കണ 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 കൊണ നിർത്തിയിട്ട് ആദ്യം ചെയ്ത് കാണിക്കും, അപ്പൊ അംഗീകരിക്കാം. ഓക്കെ, ശബ്ദിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശബ്ദിക്കാണ്ടിരിക്കണം. അയ്യോ, ശബ്ദിക്കരുത്. എന്തോടെ ജാസ്മിനെ, നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും ചിരി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കലക്കി കുടിക്കുന്ന ടാങ്കിന്റെ പരസ്യമായിരുന്നു. എന്റെ പൊന്നു മക്കളെ, ഇവര് പറയണതൊന്നും കേട്ട് വാങ്ങിച്ച് കുടിക്കല്ലേ, ഒന്നിനും കൊള്ളൂല. വ്യക്തതയും ഭയങ്കര കുറവായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സിജു നന്ദനേനെ ഉപദേശിക്കുകയാണ്. നീ വന്നപ്പോ കൊറേ ഇങ്ങനെ ഒച്ചയില് സംസാരിക്കുമെങ്കിലും പോയിന്റ് ഉണ്ടായില്ല. പക്ഷെ ഇന്ന് നീ സംസാരിച്ചത് പോയിന്റ് ആയിരുന്നു. അർജുൻ ബി ലൈക്ക്, ഇവരെന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ എന്റെ കോൺഫ്ലേക്സ് തിന്നട്ടെ. 10ാം ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയയാണ്. അത് കഴിഞ്ഞ് നോമിനേഷൻ ആയിരുന്നു. അപ്പൊ എല്ലാ വീക്കിലെ നോമിനേഷൻ പോലെ അകത്ത് പോയി 2 പേരെ സജസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നോമിനേഷൻ ഇടുന്ന പരിപാടിയല്ല. ഇത് പഴയ സീസണുകളിലൊക്കെ വന്നു പോയിട്ടുള്ള മെത്തേഡ്. 2 പേരെ ഒരുമിച്ച് വിളിക്കുന്നു, അവർ 2 പേരും ഡിസ്കസ് ചെയ്ത് അതിലൊരാളെ നോമിനേഷനിൽ ഇടാം. ഡിസ്കസ് ചെയ്ത് അവർക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ 2 പേരും വരുന്നതായിരിക്കും. റസ്മിന്റെ പേര് ആരും നോമിനേറ്റ് ചെയ്യേണ്ടതുമില്ല. ഈ സീസണിൽ ആരും വിട്ടുകൊടുക്കാൻ ഒരു ചാൻസും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും കണ്ടുനോക്കാം. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഗെയിമിൽ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ആദ്യം നമ്മുടെ ജാസ്മിനും അഭിഷേകും. കേരളം എന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്, ജയിച്ചിട്ടുള്ള ഒരുപാട് ഗെയിമുകളും ഉണ്ട്. അല്ല ജാസ്മിനെ, നീ നോമിനേഷനിൽ വരള്ള അത്ര വാശി പിടിക്കണേ? നീ അല്ല അന്ന് ഗബ്രി പോയപ്പോ പറഞ്ഞേ എനിക്ക് ഒരാഴ്ച ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് എനിക്ക് പോകണം, എനിക്ക് പറ്റില്ല, എനിക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കിപ്പോ പോകണ്ടേ? നീ ഇതിനെ പേടിക്കുന്ന നോമിനേഷനിൽ വരാൻ? അത് നിങ്ങളുടെ ടീമിലുള്ള അല്ല, ഞാൻ പറയട്ടെ, അത് ബേസിക് നേച്ചറിന്റെ അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഒറ്റയ്ക്ക്. അത് എന്തോ 2 അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്ക് എടുത്ത് ലാസ്റ്റ് 2 പേരും വന്നു. ജിൻഡോയും അതിപ്പോ ജിൻഡോനെയും അർജുനെയും വിളിച്ചു. ജിൻഡോ ബി ലൈക്ക് പുല്ല് ഉറങ്ങാനും സമ്മതിക്കൂല. ജനവിധി ഞാൻ നേടിക്കോളാം. അപ്പൊ ജിൻഡോയും അർജുനും അകത്തായിരുന്നു. അപ്പൊ ജാസ്മിൻ പുറത്തിരുന്നിട്ട് ജിൻഡോ ഇപ്പൊ അർജുനെ പിടിച്ച് ഇടിക്കണ്ടായിരിക്കും അല്ലെ? ജിൻഡോ കാക്ക അർജുന്റെ ചെവി കടിച്ചു പറിച്ചു. അർജുൻ തല അടിച്ചു പൊട്ടിക്കുമായിരിക്കും. എന്റെ പൊന്നു ജാസ്മിനെ, നീ അഭിഷേകം പോയപ്പോ അവിടെ മറ്റേ സ്നേഹം വിളമ്പി കൊടുക്കായിരുന്നു. എന്റെ പൊന്നു, എങ്ങനെ സാധിക്കുന്നതൊക്കെ? എനിക്ക് ജനങ്ങളെ തൃപ്തിപ്പെടുന്ന വലിയ കാര്യം ഞാൻ കഴിഞ്ഞ അങ്ങനെ ആരും വിട്ടുകൊടുക്കുന്നില്ല. ജിൻഡോ കൊടുത്തില്ല, അർജുനും കൊടുത്തില്ല. അടുത്ത ടീമിൽ നമുക്ക് വിളിക്കാം അൻസിബൻ നോറയും നിൽക്കുന്ന മാതിരി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും നോറകത്ത് വന്നിട്ട് അൻസിബനെ കുറെ കുറ്റം അങ്ങോട്ട് പറഞ്ഞു. ഓക്കെ ബിഗ് ബോസ്, ഐ അക്സെപ്റ്റ് ഇറ്റ്, ഐ ഡോണ്ട് ഡിസേർവ് ടു ബി ഹിയർ. അൻസിബ് ഇതൊക്കെ കേട്ടിട്ട് ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ നോമിനേഷനിൽ വരാം. സോ അപ്പൊ നോറ, അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, തർക്കിക്കനോട്. അൻസിബ, എനിക്ക് വേണ്ട, എനിക്ക് തർക്കിക്കണ്ട. നോറ, ശേ ഇതറിഞ്ഞെങ്കിൽ കുറച്ച് കുറ്റം പറഞ്ഞാൽ മതിയായിരുന്നു. അൻസിബക്ക് എന്ത് തോന്നിയാവോ? ചെയ്യുന്നുണ്ട്. ആ നല്ല പഷ്ട ആൾക്കാരാ ഋഷിയും അപ്സരയും. 2 പേരും വിട്ടുകൊടുക്കാൻ മനസ്സുള്ള ആൾക്കാരാ. സത്യമാണ്. മുട്ടനടിയായിരിക്കും, നിങ്ങൾ നോക്കിക്കോ. രണ്ടും കൂടി തല്ലിട്ട് ചാവണേ. ഇതെന്താ സംവാദമാണോ?
ഒരാള് മതി, നിന്നെ പോലെ 15 പേര് വേണ്ട. ഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ലേ ഉള്ളല്ലേ? അനുസരിപ്പിക്കായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇവിടെ മാറി. ഇവരെ കുറെ നേരത്തെ വഴക്ക് കഴിഞ്ഞപ്പോ ബിഗ് ബോസ് ചോദിച്ചു ആരാണ്? സമയം തീർന്നു. നിങ്ങളിൽ ആരാണ്? ആരാന്നൊന്നും പറയണില്ല, രണ്ടുപേരും പിന്നെ തർക്കിച്ചോണ്ടിരിക്കുക. ബിഗ് ബോസ് മതിയടേ, ബിഗ് ബോസ് 2 ദിവസം ഋഷി ഒന്ന് നിർത്തടാ. സമയം തീർന്നു. സമയം തീർന്നു. രണ്ടുപേർക്കും പോകാം. അവസാനം ബിഗ് ബോസ് സമയം തീർന്നടേ, ഒന്ന് എനിക്ക് പോടേ. ഓക്കെ ബിഗ് ബോസ്. ഋഷി അപ്സര ശരി. നമുക്ക് ആവശ്യത്തിന് സംസാരിക്കണം. അത് കഴിഞ്ഞ് സിജോ ശ്രീതും വന്നു, രണ്ടുപേരും വിട്ടുകൊടുത്തില്ല, രണ്ടുപേരും നോമിനേഷനിൽ വന്നു. സിജോ ചുരുക്കി പറഞ്ഞ അൻസിബ വിട്ടുകൊടുത്തോണ്ട് നോറ സേഫായി. ഋഷി നീ എന്തിനാ നോറയ്ക്ക് വിട്ടുകൊടുത്ത്? റസ്മിൻ. അതിപ്പോ ബിഗ് ബോസ് നമ്മുടെ സായിനെയും നന്ദനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. ബാക്കി കണ്ടസ്റ്റൻസ് അവര് നോറേനെ എടുത്തിടും. നോറ മിണ്ടാതിരിക്കടി, അവർക്ക് ഒരു ഐഡിയ കൊടുക്കാണ്ട്. നോക്കിക്കോളൂട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഋഷി ചുമ്മാ ഡയലോഗ് അടിക്കാൻ വേണ്ടിട്ട് എനിക്ക് നിന്നിട്ട് സൈലൻസ് പ്ലീസ്, ഞാൻ എക്സ് ക്യാപ്റ്റൻ ആണ്. നന്ദന അവിടെ നിന്ന് നോക്കിക്കോളട്ടാ, പ്രശ്നം ഉണ്ടാക്കണ്ട് നോക്കിക്കോളൂ. എന്താ LKG ക്ലാസ്സാ മിണ്ടാതിരിക്കാനൊക്കെ. ഋഷി ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നീ സീരിയസ് ആയിട്ട് എടുത്താ, പക്ഷെ ഇവരെ നോക്കണ്ട വരില്ല. സിജോ ചേട്ടനെ പറയണ കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ നന്ദനയും സായും കൂടി നമ്മുടെ സിജോനെ സേവാക്കി. നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടുത്തിയത് സിജോ. അത് കഴിഞ്ഞ് കംഫർട്ടിന്റെ ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു, വേറെ ഒന്നുമല്ല. ബസർ അടിക്കുമ്പോ അത് കഴിഞ്ഞ് കംഫർട്ടിന്റെ ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു. മേശേമ 6 കുപ്പി നിരത്തി വെച്ചിട്ടുണ്ടാവും കംഫർട്ടിന്റെ. അത് കഴിഞ്ഞ് കംഫർട്ടിന്റെ ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു. 6 കുപ്പി അവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ബസർ അടിക്കുമ്പോൾ ഓടിപ്പോയി ആദ്യം ആരെടുക്കുന്നോ അവർക്ക് ഈ കംഫർട്ട് വേറൊരാൾക്ക് കൊടുത്തിട്ട്, അവർക്ക് കംഫർട്ടുള്ള ഒരാൾക്ക് കൊടുത്തിട്ട് അവർക്കൊരു തൊപ്പി വെച്ച് കൊടുത്തിട്ട് അതിന്റെ റീസൺ പറയാം. എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യമില്ല, വെറുതെ ഒരു സ്പോൺസർ ടാസ്ക്. കണക്ട് ആയ ഒരു പേഴ്സൺ ആണ് ശ്രീതു. കണക്ട് ആയല്ലേ? ഓ ആയതാണ്. എപ്പോഴാണ് ഫ്രണ്ട്സ് ആയത് നമുക്കറിയില്ല. ഇപ്പം ഈ ശ്രീതു എന്നോട് മിണ്ടണ്ട, കണക്ട് ആയിട്ട് വന്നേക്കോ. ഉണ്ടാകുമ്പോഴും എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ ശ്രീതുനെ എന്നും കാണും. ബെസ്റ്റ് ഫ്രണ്ട് ആണ് റിയലി അർജുൻ? അളിയാ സോ നിന്നെ ഞാൻ മനസ്സിലാക്കാൻ വൈകി പോയി അളിയാ. അതിപ്പോ നമ്മുടെ ജാസ്മിൻ അടുക്കളയിൽ എന്താ വർക്കാണ്. അതവന്റെ അല്ല. നോറ എന്താ ചെയ്യണ്ടല്ലോ, എന്തായിരിക്കത്? പടം വരയ്ക്കണ? അവിടെ കളറൊന്നുമില്ലല്ലോ. ലിപ്സ്റ്റിക്കും മസ്കാരയൊക്കെ വെച്ചിട്ടാ, അടിപൊളി. എന്താ വരച്ചേന്ന് നമുക്ക് നോക്കിട്ട് വരാം. ഓ കൊള്ളാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നാളെ പ്ലേറ്റ് വൃത്തികേടാക്കിയെന്നും പറഞ്ഞ് വെസൽ ടീമിലെ ജിൻഡോ ചേട്ടൻ നോറയും അടിയായിരിക്കും. ഇത്രയൊക്കെ സംഭവ വികാസങ്ങളാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് അരങ്ങേറിയിട്ടുള്ളൂ. ഇതിന്റെ പ്ലസ് എപ്പിസോഡിന്റെ റിയാക്ഷൻ നമ്മുടെ മറ്റേ ചാനലിൽ ഞാൻ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിലൊരു ടാസ്ക് ഉണ്ട്, ഒരു ഇടിയിരുന്ന ടാസ്ക്. വേറെ ഒന്നും ഇല്ലടേ. നാളെ തൊട്ട് നമ്മുടെ ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുവരെ കണക്ട് ആവാത്ത ഒരു ബിഗ് ബോസ് ടീമിന്റെ ഫാമിലിനെ കാണാൻ ആളുകൾക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെയാണ് തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് 100 ദിവസം തീർത്ത് പോകാനായിട്ടാണ് ഈ സീസണിലെ ബിഗ് ബോസ് ടീം ഉദ്ദേശിക്കുന്നത്. എന്തായാലും അവരങ്ങനെ പോകട്ടെ. ഷോയുടെ റേറ്റിംഗ് കുറയുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം എനിക്ക് തന്നെ ഇത് കാണാൻ തോന്നുന്നില്ല. അപ്പോ ബാക്കിയുള്ളവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ എന്തായാലും അടുത്തൊരു എപ്പിസോഡ് 66 നമുക്ക് നാളെ കാണാം. അതുവരെ